പൊന്മള ചൂനൂർ എസ്കോ ക്ലബ്ബും സി.കെ റോഡ് കൂട്ടായ്മയും സംയുക്തമായി നോമ്പുതുറ ഒരുക്കി. ക്ലബ്ബ് രക്ഷാധികാരി ബഷീർ താമരശ്ശേരിയുടെ വീട്ടിൽ വെച്ചായിരുന്നു സംഗമം. പൊന്മള ചൂനൂർ എസ്കോ ക്ലബ്ബും സി.കെ റോഡ് കൂട്ടായ്മയും സംയുക്തമായി നോമ്പുതുറ ഒരുക്കി. ക്ലബ്ബ് രക്ഷാധികാരി ബഷീർ താമരശ്ശേരിയുടെ വീട്ടിൽ വെച്ചായിരുന്നു പരിപാടി. സി.കെ റോഡും എസ്.കെ ക്ലബ്ബും കൂടി സംഘടിപ്പിക്കുന്ന ഈ സമൂഹ നോമ്പുതുറ ഇതിൽ ജാതി ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് വീടുകൾക്ക് ഭക്ഷണം എത്തിക്കുന്നുണ്ട്. എല്ലാ വർഷങ്ങളിലും ഇത് നടത്തിപ്പോരുന്നതാണ്. ഇപ്പോൾ 4 വർഷത്തോളം ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വരെ എല്ലാവരെയും നമ്മൾ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നത്. കഴിഞ്ഞ 3 വർഷവും സംഗമം ഒരുക്കിയിരുന്നു. പ്രദേശത്തെ പ്രവാസി സുഹൃത്തുക്കളുടെ കൂടി സഹകരണത്തോടെയായിരുന്നു ഇഫ്താർ സംഘടിപ്പിച്ചത്. ചൂനൂര് സി.കെ റോഡ് കൂട്ടായ്മയും എസ്.കെ ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 4ാമത് സമൂഹ നോമ്പുതുറയാണ് നടക്കുന്നത്. ഈ പ്രദേശത്തെ 4ാമത്തെ വർഷമാണ് ഈ സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത്. ഈ പ്രദേശത്തെല്ലാ നാനാ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ എല്ലാ വിഭാഗം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയായിട്ടാണ് എല്ലാ വർഷവും ഇത് നടത്താറുള്ളത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നല്ലതിന് വേണ്ടിയിട്ടുള്ള കൂടിച്ചേരലുകൾ നടക്കാത്ത ഒരു കാലമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണ്, എല്ലാവർക്കും കൂടിച്ചേരാനുള്ളൊരു വേദിയായിട്ടാണ് ഞങ്ങളിത് സംഘടിപ്പിക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ നോമ്പുതുറ ഇവിടെ സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള ഏകദേശം 100-ലധികം വീടുകളിലേക്ക് 300ഓളം ആളുകൾക്ക് നമ്മൾ ഭക്ഷണം വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. അതിനൊക്കെ നമ്മളെ കൂടെ സപ്പോർട്ടായി നിൽക്കുന്നത്, ഇതിനു വേണ്ടി സ്രോതസ്സായിട്ട് നമ്മളെ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ പ്രവാസി കൂട്ടായ്മയാണ്. ഈ പ്രദേശത്തുള്ള പ്രവാസികൾ, അവരെ നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി നടത്താൻ കഴിയില്ല. അവരാണ് ഈ പരിപാടിയുടെ എല്ലാ നേതൃത്വവും. അവരോടുള്ള എല്ലാ നന്ദിയും കടപ്പാടും അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഫണ്ട് വരുന്നത് നമ്മുടെ നാടുകളിലെ ഇവിടെയുള്ള ഓരോ പ്രവർത്തകരും അവരവർ കഴിയുന്ന വിധം സഹായിക്കുന്നുണ്ട്. അതിലുപരി പ്രവാസികൾ, നല്ലൊരു സംഖ്യ എല്ലാ പ്രവാസികളും, ഈ പ്രദേശത്തുള്ള എല്ലാ പ്രവാസികളും അവരുടെ കഴിയുന്ന പരമാവധി സഹകരിക്കുന്നുണ്ട്. ജാതിമതഭേദമന്യേ 400ഓളം പ്രദേശവാസികൾ ഇഫ്താർ മീറ്റിൽ പങ്കെടുത്തു. ജാതിമത ഭേദമന്യേ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സി.കെ കോൺബി നിവാസികളും എസ്.കെ ക്ലബ്ബും വളരെയധികം സന്തോഷത്തോടു കൂടി 4ാമത്തെ നോമ്പുതുറയാണിത്. ക്ഷണിക്കപ്പെട്ട 4ാമത്തെ നോമ്പുതുറയിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകർക്കും, ഈ നോമ്പുതുറയ്ക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്ന നമ്മുടെ ബഷീറിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഇത് തുടർന്ന് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. റമദാൻ മാസം പ്രധാനപ്പെട്ട ആ മാസത്തിൽ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പരിപാടി കൊണ്ടുനടക്കുന്നതിൽ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഇതിൽ കൂട്ടി യോജിപ്പിക്കുക മാത്രമല്ല, എല്ലാവരും ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കണം. അതിനൊക്കെ സംഘടിപ്പിക്കുന്ന സംഘാടകർക്ക് 1000 അഭിനന്ദനങ്ങൾ. ഇഫ്താറിന്റെ ഭാഗമായി പ്രദേശത്തെ 150ഓളം വീടുകളിലേക്ക് നോമ്പ് തുറക്കാനാവശ്യമായ ഭക്ഷണം പാകം ചെയ്ത് എത്തിക്കുകയും ചെയ്തു. ക്ലബ്ബ് ഭാരവാഹി എ.പി. റിയാസ്, ക്ലബ്ബ് രക്ഷാധികാരി താമരശ്ശേരി ബഷീർ, പൊന്മള പഞ്ചായത്ത് 11ാം വാർഡ് മെമ്പർ ഒളകര കുഞ്ഞി മുഹമ്മദ്, CPIM പ്രതിനിധി K.P. രാജൻ എന്നിവർ സംസാരിച്ചു. എല്ലാ വർഷവും റമദാനിൽ ഈ ചോലക്കുളമ്പ് പ്രദേശത്ത് ഇവിടെയുള്ള ആളുകൾ, നാട്ടിലുള്ള എല്ലാ ആളുകളെയും ക്ഷണിച്ച് നല്ല ഒരു സമൂഹ നോമ്പ് തുറയാണ് എല്ലാ വർഷവും നടത്തിയിട്ടുള്ളത്. ഈ വർഷവും അതുപോലെ എല്ലാവരെയും ക്ഷണിച്ച് നല്ല രീതിയിലാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് ഇനിയും ഒരുപാട് ആളുകളിലേക്ക് കടന്നു ചെല്ലട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന ഒരു
പരിപാടിയാണ് സമൂഹ നോമ്പുതുറ എന്ന് പറയുന്നത്. കാരണം എല്ലാ വിഭാഗം ആളുകളെയും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒത്തിരുന്ന് ഒരേ സമയം ഭക്ഷണം കഴിക്കുന്ന ഒരു പരിപാടിയാണ് ഈ സമൂഹ നോമ്പുതുറ. അപ്പോൾ അത് ഏറ്റവും നല്ല അനുയോജ്യമായ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഇത്തരം പരിപാടികളൊക്കെ നടന്നിട്ടുള്ളത്. ഇവിടെയും അതുപോലെ നല്ല രീതിയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാ വർഷവും ഈ ചോലക്കുളമ്പ് പ്രദേശത്ത് നടത്താറുണ്ട്. ഞങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ പങ്കെടുത്ത ആളുകൾ പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ പങ്കെടുത്ത പല ആളുകളും ഇതുപോലെ രോഗികളായി കിടപ്പുണ്ട്. എന്തായാലും നമ്മൾ എല്ലാവരെയും ഓർക്കുന്ന ഒരു ദിവസമാണ്. വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ നടത്തുന്നത്. ഒരുപാട് വീടുകളിൽ, ഒരു 100 ചില്ലാൻ വീടുകളിൽ ഇവർ ഈ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ ഇന്ന് ഇതുപോലെ ഭക്ഷണം കഴിച്ച് നോമ്പ് തുറക്കാനുള്ള ഒരു സാഹചര്യം ഈ പ്രദേശത്തുള്ള ആളുകൾ ചെയ്ത് വരുന്നുണ്ട്. അത് ഈ വർഷവും അതുപോലെ ചെയ്തിട്ടുണ്ട്. 100 ചില്ലാൻ വീടുകളിലാണ് ഇതെത്തിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ സമൂഹ നോമ്പ് തുറ നടത്തുമ്പോൾ വീടുകളിലും അതേസമയം നടത്തുന്ന ഒരു രീതി, ഒരു പ്രത്യേക പരിപാടിയാണ് ഈ ചോലക്കുളമ്പ് പ്രദേശത്തുള്ള ആളുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.